ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1238 ദിവസമായ ഇന്ന് 2024 ഒക്ടോബർ മാസം 4 വെള്ളിയാഴ്ച, 1200 ആണ്ട് കന്നിമാസം 18 ഗുരുവചനങ്ങളിലൂടെ 5 വയസ്സുവരെ കുഞ്ഞിനെ വളർത്തമ്മ വാത്സല്യത്തോടും ഉപദേശങ്ങളോടും കൂടി മഹാത്മാക്കളുടെ ചിത്രങ്ങൾ കാണിച്ചും അവരുടെ ചരിത്രകഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം നൽകിയും ശുഭ്രവസ്ത്രങ്ങൾ അണിയിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും പ്രയത്നിച്ച് വളർത്തപ്പെടേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ജീവിതം ഉദ്യാനം പോലെ ആവണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 5 വയസ്സുവരെ കുഞ്ഞിനെ വളർത്തമ്മ വാത്സല്യത്തോടും ഉപദേശങ്ങളോടും കൂടി മഹാത്മാക്കളുടെ ചിത്രങ്ങൾ കാണിച്ചും അവരുടെ ചരിത്രകഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം നൽകിയും ശുഭ്രവസ്ത്രങ്ങൾ അണിയിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും പ്രയത്നിച്ച് വളർത്തപ്പെടേണ്ടതാണ്. ഒരു കന്നിൻകുട്ടി ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നത് നല്ല വിശപ്പുമായിട്ടാണ്. ആ വിശപ്പടക്കുവാനുള്ള ഉപായമെന്തെന്ന് ആരിൽ നിന്നാണ് അതറിയുന്നത്? കോലുപോലുള്ള കൈകാലുകൾ പതുക്കെ പതുക്കെ ഉറപ്പിച്ച് എഴുന്നേക്കുന്ന ആ കന്നിൻകുട്ടി തള്ളയുടെ അകിട് സ്വയം തേടിപ്പിടിക്കും. അതുപോലെ ഒരു പൂവിലിരിക്കുന്ന തേൻ ആരും കാണിച്ചു കൊടുത്തിട്ടല്ല ഒരു ശലഭം വന്ന് നുകരുന്നത്. അപ്പോൾ പ്രകൃതി ജീവനത്തിനുള്ള ചില പാഠങ്ങൾ മുൻകൂട്ടി ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിൽ ഈ പാഠങ്ങളെ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും വികസിപ്പിക്കുവാനും മാർഗങ്ങളാക്കി അവയെ പരിവർത്തനപ്പെടുത്തുവാനുള്ള കഴിവ് മനുഷ്യനാണുള്ളത്. അവന് മാത്രമേ ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും അനന്ത സാധ്യതകളെ മുൻകൂട്ടി കാണുവാനും വിലയിരുത്തുവാനും സാധിക്കുന്നുള്ളൂ. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജീവിതാവധിക്കുള്ളിൽ തന്നെ ഒരു മഹാലക്ഷ്യത്തെ പ്രാപിച്ച് ജീവിതം ധന്യമാക്കി ലോകത്തോട് വിട പറയുമ്പോഴും അവിസ്മരണീയമായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ഓരോ ജീവിതവും ഒരു ഉദ്യാനം പോലെ ആയിരിക്കണം. എങ്കിലേ അതിലെ മധുവും മണവും ഇനി വരുന്നവർക്കും അനുഭവിക്കാനാവൂ. ആ നിലയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേ.